സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഇവിടെ പൊതുവിദ്യാഭ്യാസം നഷ്ടക്കച്ചവടമാണെന്ന് പറഞ്ഞ് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തയ്യാറായവരാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ ഗീർവാണം പ്രസംഗങ്ങൾ ഇവിടെ നടത്തുന്നത്, മുതലക്കണ്ണീരൊഴുക്കുന്നത്. എന്തായാലും അവരൊന്ന് പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഇവിടെ ഇപ്പോൾ എത്ര പുതിയ കെട്ടിടങ്ങൾ കുട്ടികൾക്ക് ഇരുന്ന് സുഖമായിട്ട് പഠിക്കാൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യമൊരുക്കുക, 45,000-ലധികം സ്മാർട്ട് ക്ലാസ് റൂമുകൾ, എന്തുമാത്രം ആ സ്കൂൾ അന്തരീക്ഷം തന്നെ ആകെ മാറുന്ന ഒരു അവസ്ഥയായില്ലേ ഈ കാലത്ത്. അപ്പോൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ആകെ കുഴപ്പത്തിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത് സത്യത്തിൽ ഈ കേരളത്തിലെ ജനങ്ങളെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപമാനിക്കുന്ന കാര്യം ഞാൻ ഇനി ബാക്കി പറയുന്നുണ്ട്. ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് സാർ, കൃഷിക്കാർ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നെല്ല് സംഭരിച്ച വകയിൽ 1000 ചില്ലാനും കോടി ഉറുപ്പിക ബാക്കി വെച്ചു. എന്നിട്ടും നമുക്ക് ഇപ്പോഴും അത് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും മിക്കവാറും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊടുക്കാത്തവർക്ക് കൂടി കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാകാതിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയുകയാണ്. മറ്റൊന്ന്, പിന്നെ ഇതിപ്പോൾ താങ്ങുവില ഉയർന്ന നിലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാതെ അത്ര ഉയർന്ന താങ്ങുവില നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പം നെല്ലിൻ്റെ ഉൽപ്പാദന ചെലവ് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ വില വർദ്ധിച്ചു, ഉഴവ് കൂലി വർദ്ധിച്ചു, അതുപോലെ കൂലി കൂടുതലാണ് കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് പോലും നമ്മൾ അല്പം കൃഷിക്കാരെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം, അല്പം താങ്ങുവില കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ പണ്ട് ഈ തമിഴൻ പറഞ്ഞൊരു ചൊല്ലുണ്ട്, കാഞ്ചിട്ടും പോച്ച് പേഞ്ചിട്ടും പോച്ച് പറഞ്ഞ ഒരു തമിഴ് വാചകമുണ്ട്. അതുപോലെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. കേരളം കണ്ടതിൽ, അത് മലയാളം പറയാം, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വരൾച്ചയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായത്. അപ്പോൾ ആ വരൾച്ചയുടെ ഭാഗമായി കൃഷിക്കാരൻ്റെ വിളയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മാത്രമല്ല, അതാണ് കാഞ്ചു പോച്ചത്. പേഞ്ചു പോച്ചത് ഇപ്പോഴാണെങ്കിൽ മഴ ഇഷ്ടംപോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്, അത് തേഞ്ഞും പോവുകയാണ്. അപ്പോൾ അത്തരം മഴ വരൾച്ചയിലും നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ഈ കനത്ത മഴയിലും അവൻ്റെ വിളനഷ്ടം വരികയാണ്. അപ്പോൾ ഇപ്പം നിർത്തിവെച്ച ആ വിള ഇൻഷുറൻസ് അത് പുനഃസ്ഥാപിച്ച് അത് കൊടുക്കാൻ ആവശ്യമായ ഏർപ്പാട് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, എനിക്കിപ്പോൾ ഈ പത്രങ്ങളെക്കുറിച്ച് മുകേഷ് സഖാവ് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു പരീക്ഷണമാണ് കേരള ബാങ്കിൻ്റെ. ആ കേരള ബാങ്ക് രൂപയാണ് എന്തിന് ഏഷ്യയിൽ തന്നെ ഒന്നാമതാണ്, നമ്പർ 1 കേരള ബാങ്ക്. കേട്ടതിൽ പാതി കേൾക്കാത്തതിൽ പാതി. ഇന്നലെ ആ വാർത്താ മാധ്യമങ്ങൾ നാട്ടിലാകെ ഒരു പ്രചരണം നടത്തി. കേരള ബാങ്കിനെ ഡീഗ്രേഡ് ചെയ്തു റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് അങ്ങനെ ഒരു ഗ്രേഡിങ്ങേ നടത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ഈ നമ്മുടെ നബാർഡ് എല്ലാ കൊല്ലവും ഇൻസ്പെക്ഷൻ നടത്തും. ആ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ ചില അപാകതകൾ കണ്ട അത് തിരുത്താൻ അവരൊരു മാർഗം ഉപദേശിക്കും. അത് വെച്ചിട്ടാണ് ഡീഗ്രേഡ് ചെയ്തു പറഞ്ഞ് സകല പത്രങ്ങളും വാർത്ത എഴുതി. ഇതിൻ്റെ മാത്രം ചില സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെറ്റായ ചില പ്രവണത ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, കാർഷിക മേഖലയ്ക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതാണ് ഈ സഹകരണ ബാങ്കുകൾ, പ്രൈമറി അഗ്രികൾച്ചർ സഹകരണ സംഘവും അതിനോടനുബന്ധിച്ചുള്ള കേരള ബാങ്കും. എന്തെങ്കിലും ഒന്ന് കേട്ടതും കാള വിറ്റു എന്ന് പറയുന്നത് കയറെടുത്ത് ഈ രാജ്യത്ത് പ്രചരണം നടത്തുന്നത് എന്തുമാത്രം ഒരു ദുഷ്ട ഫലങ്ങൾ രാജ്യത്തുണ്ടാക്കും എന്നതിനെക്കുറിച്ച് പത്രങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഈ പഞ്ചായത്തിലൊരു കളിക്കളം ഈ വിനോദ മേഖലയുമായിട്ട് കായിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഏറ്റവും നല്ലൊരു ആശയമാണ്. അത് പ്രാവർത്തികമാക്കാൻ 50% MLA ഫണ്ടും 50% സ്പോർട്സ് വകുപ്പും കൂടി അത്തരത്തിൽ നൽകുന്ന ഒരു പരിഗണന വല്ലാതെ ഗുണം ചെയ്യും. എങ്കിലും എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, നാട്ടിലാകപ്പോൾ ക്രിക്കറ്റിനാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും അതിനൊക്കെ എല്ലാ സംവിധാനങ്ങളും നാട്ടിലുണ്ട്. പക്ഷേ ചില ഗ്രാമങ്ങളിൽ, ഇപ്പോൾ പാലക്കാട് എനിക്കറിയാം, പടലിക്കാട്, അതുപോലെ തന്നെ കാടാങ്കോട് തുടങ്ങിയ പ്രദേശത്തിൽ അവരായി വളർത്തിക്കൊണ്ടുവന്നതാണ് ഈ കൊക്കോ. ഇന്നിപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്. അതിപ്പോൾ ഒളിമ്പിക്സിൽ സ്ഥാനം പിടിച്ചിട്ടില്ലെങ്കിലും ഏഷ്യാഡിനും മറ്റുമൊക്കെ ഇത് ഏഷ്യൻ ഗെയിംസിലൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഗ്രാമങ്ങളെ തിരഞ്ഞുപിടിച്ചപ്പോൾ, അതുപോലെ കാവശ്ശേരി, പല്ലശ്ശേന തുടങ്ങിയ പ്രദേശങ്ങളിൽ നീന്തൽ
ഒരു പ്രത്യേക ഇതായിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട്. ആ പ്രദേശത്തൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക പരിഗണന കൊടുത്ത് അത് വളർത്തിയെടുക്കാൻ ആവശ്യമായ ഒരു പ്രത്യേക പരിപാടി അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ളത് സർക്കാർ അതിന് പ്രത്യേകിച്ച് കായിക വകുപ്പ് ചെയ്യണമെന്നാണ് പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സാർ, വല്ലാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സൂര്യന് താഴെയുള്ള എല്ലാ പണിയും നടത്തുന്നവരാണ് അംഗനവാടി ജീവനക്കാർ. ഞാൻ ക്ഷേമനിധിയുടെ കാര്യം തൊഴിലാളി ക്ഷേമവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. അവരിപ്പോൾ സർവീസിൽ നിന്നും പിരിഞ്ഞാൽ അവർക്ക് 10 പൈസ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. വല്ലാത്ത എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും പാവങ്ങളിൽ പാവങ്ങളായ ആ വിഭാഗത്തിന് ആ ക്ഷേമനിധി ആനുകൂല്യം നൽകാനുള്ള ഒരു പ്രവർത്തനം നടത്താൻ തൊഴിൽ വകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, പിന്നെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഈ ആനുകൂല്യങ്ങൾ കൃഷിയിൽ കർഷകർക്ക് താങ്ങുവില കൂട്ടിക്കൊടുക്കണം, അതുപോലെ തന്നെ ഇൻഷുറൻസ് നടപ്പാക്കണം, പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരം വരുത്തണം, അംഗനവാടി ജീവനക്കാർക്ക് അവരുടെ വിരമിക്കൽ കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തി നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ വസ്തുതകളൊന്നും പ്രതിപക്ഷത്തിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവരാണെങ്കിൽ എല്ലാറ്റിനെയും കയറി എതിർക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ചിട്ടൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനിവിടെ വന്നതിന് ശേഷം അങ്ങേപ്പോലുള്ള ധാർഷ്ട്യം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിട്ടേയില്ല. താങ്കൾ എല്ലാറ്റിനെയും എതിർക്കുക, അതെന്ത് രീതിയാണ്? ഞാൻ പറയട്ടെ, കോൺഗ്രസും BJPയും തമ്മിൽ ഇപ്പം എന്താ ഒരു വ്യത്യാസം? കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും കേരളത്തോട് അവഗണന കാണിച്ചതല്ലേ? ഞാൻ നോക്കിക്കോ, ഇതര സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. കേന്ദ്ര നിക്ഷേപത്തിൻ്റെ തോത് കണക്കാക്കിയാൽ കോൺഗ്രസ് എത്ര കാലം അധികാരത്തിലിരുന്നു? ഈ കേരളത്തോട് ഒരു പരിഗണന അവർ നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, ആ കോച്ച് ഫാക്ടറി ഞാൻ പറയാൻ വരുന്നുണ്ട്. അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ BJP കേന്ദ്രം ഭരിക്കുന്നു, കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു, സാമ്പത്തികപരമായി ഞെരുക്കുന്നു. ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് മലയാളികളുടെ വോട്ടും വാങ്ങി പാർലമെൻറ്റിൽ പോയിട്ടുള്ളവർ ചെയ്ത പണി എന്താ? ഈ കേരളത്തിന് അവകാശം പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ശ്രമം അവിടെ നടത്തിയില്ലെന്ന് മാത്രമല്ല, അവരോടൊപ്പം ചേർന്ന് ഈ കേരളത്തെ ദ്രോഹിക്കുന്ന സമീപനമല്ല സ്വീകരിച്ചത്. അവർക്ക് പിന്തുണ നൽകലല്ലേ പ്രതിപക്ഷം ഇവിടെ ഈ സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ഒന്ന് സ്വയം നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ ആലോചിക്കണ്ടേ? മലയാളികളുടെ വോട്ട് വാങ്ങി പാർലമെൻറ്റിൽ പോവുക, എന്നിട്ട് ആ പാർലമെൻറ്റിൽ കേരളത്തെ എതിർക്കാൻ വേണ്ടി BJPയോടൊപ്പം കൂട്ടുചേരുക. ഈ കഴിഞ്ഞ 5 വർഷക്കാലം മുതലല്ല നടത്തിയത്. ഇനിയും അത് തന്നെയല്ല നടത്താൻ പ്ലാൻ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്ന സ്ഥിതി. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ ഈ കേരളത്തെ നശിപ്പിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോളെ, അധികാരം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ, എന്ത് വൃത്തികേടും കാണിക്കാൻ ഒരു മടിയില്ലാത്ത പാർട്ടിയല്ലേ കോൺഗ്രസ്? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയില്ലേ? 1975 ജൂൺ 26 അർദ്ധരാത്രിയെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസമാണെന്ന്. ഇന്നലെ 25. ഇന്ന് തൊട്ടാണ് പ്രാബല്യത്തിൽ വന്നത്. അർദ്ധരാത്രിയാണ്. അപ്പോൾ 26 അർദ്ധരാത്രിയാണ്. അപ്പോൾ നിങ്ങൾ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കി ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചു. അപ്രഖ്യാപിതമായി കോൺഗ്രസ് നടപ്പാക്കുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി പൂർത്തിയാക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അവഗണനയുടെ കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. കൃത്യമായിട്ട് എൻ്റെ മണ്ഡലത്തിൽ കഞ്ചിക്കോട് പ്രദേശത്താണ് കോച്ച് ഫാക്ടറിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ആത്മാർത്ഥതയില്ലാത്തവരാണ് ഈ കേരളത്തോടെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. നിങ്ങൾ ഒരു പിറവം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഞ്ചിക്കോടാണ് സ്ഥലമെടുത്തത് 431 ഏക്കർ. പണ്ട് VS ഗവൺമെൻറ്റുള്ള കാലത്ത് എടുത്ത് റെയിൽവേ ഏൽപ്പിച്ചു. ഇപ്പോൾ 2012 ഫെബ്രുവരി മാസം 21-ാം തീയതി ആ പിറവൻ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ കോട്ടമൈതാനത്ത് കൊണ്ട് തറക്കല്ലിട്ടു. ഇപ്പോൾ ആ സ്ഥലത്ത് ആന പെറ്റി കിടക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒന്നുകൂടി പറയട്ടെ, ഈ തറക്കല്ലിട്ടത് 2012-ആണ്. 2014 വരെ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നില്ലേ? അന്ന് 2 ക്യാബിനറ്റ് മന്ത്രിമാരടക്കം 8 മന്ത്രിമാർ ഈ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലുണ്ടായിരുന്നു. നിങ്ങൾ കോച്ച് ഫാക്ടറി കൊണ്ടുവന്നോ? നിങ്ങൾ ഇന്ദിരാഗാന്ധിയാണ് പണ്ട് പറഞ്ഞത് കോച്ച് ഫാക്ടറി 50,000 പേർക്ക് തൊഴിലെടുക്കാനുള്ള കോച്ച് ഫാക്ടറി പാലക്കാട് തരും എന്ന് പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മോഹനസുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ, ആകാശത്ത് കൊട കെട്ടിത്തരാം, അറബിക്കടലിൽ പാലം കെട്ടിത്തരാം എന്നൊക്കെ പറയുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരം കിട്ടിയാൽ ജനങ്ങളെ മറക്കുക. ആ പാരമ്പര്യമുള്ള കോൺഗ്രസ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എന്തൊരു തൊലിക്കെട്ടി വേണ്ട ഈ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഈ കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ?
ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ഉണ്ടായത് 1956 നവംബർ 1-നാണ്. 57-ലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ അന്നത്തെ ജനങ്ങൾ അവർ തെരഞ്ഞെടുപ്പ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ കേരളത്തോട് അവഗണനയും ശത്രുതാ മനോഭാവവും പകയും വെച്ച് പുലർത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിനുശേഷം വന്ന BJP അത് ചെയ്യുമ്പോൾ അവരോടൊപ്പം നിന്ന് ഈ കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ചവിട്ടിമെതിക്കുന്ന, സത്യത്തിൽ ഈ കേരള സംസ്ഥാനത്ത് അവർക്കൊരു ജനാധിപത്യവും അതുപോലെ കേരളത്തിൻ്റെ അവകാശങ്ങളും പറയാനുള്ള മുഖം നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ്. ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് തെളിയും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.